ഹായ്. അപ്പൊ ജൂൺ 15-ാം തീയതി തൊട്ടിട്ട് KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം, നല്ല കാര്യം. ബസ്സിന് പോണത് നല്ലതാണ്. KSRTC ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാലോ. ഇനി ഒരുപാട് യാത്രകളൊക്കെ ചെയ്യാം, ഒരുപാട് സ്ഥലങ്ങൾ കാണാം. കേരളം മൊത്തം ചുറ്റാൻ പ്ലാൻ ഉണ്ടോ? പ്ലാൻ ഉണ്ട്, പോണം. ഫസ്റ്റ് ആലപ്പുഴ പോണം. സേഫ്റ്റി ഇഷ്യൂസ് ഒന്നും പറയാനില്ല, അടിപൊളിയാണ്, പെട്ടെന്ന് എത്തും. അപ്പൊ എല്ലാവർക്കും സൗജന്യമാകുമ്പോ സീറ്റ് കിട്ടാത്തൊരു പ്രശ്നം വരും തോന്നുന്നുണ്ടോ? കുറച്ച് സീറ്റ് ഇല്ലാതെ നിന്നും പോവാലോ, കുഴപ്പമില്ല. അടുത്തവരെയൊക്കെ നിന്ന് പോവാം. കുറച്ച് ദൂരെയാണെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. നമുക്ക് അടുത്തിറങ്ങി അടുത്ത ബസ്സിൽ കയറാം. ഓക്കെ, നമസ്കാരം. അപ്പൊ ജൂൺ 15-ാം തീയതി തൊട്ടിട്ട് KSRTC വനിതകൾക്ക് സൗജന്യമാണ് യാത്രയൊക്കെ. അപ്പൊ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അമ്മയ്ക്ക് നല്ല കാര്യം ചെയ്യുന്നത് നല്ല തന്നെയല്ലേ. ഞങ്ങളൊക്കെ അവർക്ക് തന്നെയല്ലേ വോട്ട് ചെയ്തിരിക്കുന്നത്. നല്ലൊരു കാര്യം, സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങളൊക്കെ ജോലിക്ക് വരുന്നതാണ്. പുഞ്ചേരിന്ന് പാലക്കാട്ടേക്ക് വർക്കിന് വരുന്നതാണ്, ഡെയിലി വരുന്നതാണ്. അപ്പൊ അതൊരു ആശ്വാസമാണ്. ആശ്വാസം, സന്തോഷം, ആശ്വാസം തന്നെയാണ്. നമസ്കാരം. അപ്പൊ ജൂൺ 15-ാം തീയതി തൊട്ടിട്ട് വനിതകൾക്ക് KSRTC സൗജന്യ യാത്ര എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റി എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം തന്നെ ആണ്. നല്ല അഭിപ്രായമാണ്. പിന്നെ എല്ലാവർക്കും അയാൾ നല്ലതായി. ഓർഡിനറി മാത്രമല്ല, എല്ലാവർക്കും ഒരു ഇത്ര ദൂരം എന്ന് പറഞ്ഞിട്ട് ഒരു ടിക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായി. ഇന്ന സ്ഥലത്തേക്ക് പോകണം അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? പ്ലാൻ ചെയ്യണം. കേരളം മൊത്തം യാത്ര. അതെ. നമസ്കാരം. അപ്പോ ജൂൺ 15-ാം തീയതി തൊട്ടിട്ട് KSRTC സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? നല്ലൊരു കാര്യമാണ് ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. ചേച്ചിക്ക് എന്താ അഭിപ്രായം? നല്ലതാണ്. ഇതുവരെ ആരും ഇങ്ങനെ ചിന്തിച്ചിട്ടില്ലല്ലോ. ഒരു പുതിയൊരു തീരുമാനം നല്ലതാവട്ടെ, നന്നായിട്ട് നടക്കട്ടെ. എവിടെയെങ്കിലും പോവാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ ഫ്രീ ആയതുകൊണ്ട്? അത് ഇല്ല, പ്രത്യേകിച്ച് പ്ലാൻ ചെയ്യുന്നില്ല. ആദ്യം വരട്ടെ, വന്നിട്ട് എന്താന്ന് വെച്ചാ. നമസ്കാരം. അതായത് നമ്മൾ ജൂൺ 15-ാം തീയതി തൊട്ടിട്ടേ മുഖ്യമന്ത്രി KSRTC വനിതകൾക്ക് സൗജന്യ യാത്ര ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? സമാധാനം, പെണ്ണുങ്ങൾക്ക് ഒരു സമാധാനം കിട്ടും. ഒരു പേടിയില്ലാണ്ട് പോവുക വരാം. കുട്ടികൾക്കൊക്കെ പോവുക വരിക, സമാധാനം കിട്ടും. സന്തോഷം. ജൂൺ 15-ാം തീയതി തൊട്ടിട്ടേ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര KSRTC മുഖ്യമന്ത്രി ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റി എന്താ അഭിപ്രായം? അതൊരു നല്ലൊരു തീരുമാനമല്ല എന്നാണ് അഭിപ്രായം. കാരണം വെച്ചിട്ടുള്ളത്, നമ്മൾ ഓരോരുത്തരും ടാക്സ് കൊടുക്കുന്ന പണമാണല്ലോ ഇതൊക്കെ. ഈ പണം ആരോഗ്യവും വിദ്യാഭ്യാസവും നല്ല ജോലിയുമുള്ള സ്ത്രീകൾ ബസ്സിൽ കയറിയിട്ട് ആ ഒരു ഇത് പ്രയോജനപ്പെടുത്തുന്നത് ശരിയായിട്ടുള്ള രീതിയല്ല. വേണമെങ്കിൽ ഒരു 60 വയസ്സിന് മുകളിലേക്കുള്ള പ്രായമായ അമ്മമാർക്കും പിന്നെ ചെറിയ സ്കൂൾ കുട്ടികൾക്ക്, പഠിക്കുന്ന കുട്ടികൾക്ക്, അവർക്കൊക്കെ വേണമെങ്കിൽ കൺസെഷനൊക്കെ ഒഴിവാക്കി കൊടുക്കുന്ന ഒരു നല്ല കാര്യമായിരിക്കും. പിന്നെ ഒരുപാട് മാരകമായിട്ടുള്ള രോഗങ്ങൾ ബാധിച്ചിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരെയൊക്കെ ബസ്സിലൊക്കെ സൗജന്യമായിട്ട് കൊണ്ടുപോകാം. മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ടാക്സൊക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു പ്രവണത ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമസ്കാരം. അടുത്ത മാസം 15-ാം തീയതി തൊട്ടിട്ട് KSRTC സൗജന്യ യാത്രയാണ് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് സ്ത്രീകൾക്ക്. അപ്പൊ അതിനെപ്പറ്റി എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. വളരെ നല്ല അഭിപ്രായം. ചേച്ചിക്ക് എന്താ അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം. എങ്ങോട്ടെങ്കിലും പോവാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇല്ല. അപ്പൊ ജൂൺ 15-ാം തീയതി തൊട്ട് KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റി എന്താ പറയുന്നത്? സൗജന്യ യാത്ര നല്ല തന്നെയാണ്. ജൂൺ 15-ാം തീയതി തൊട്ട് വീണ്ടും മാറ്റിയത് അത്ര ശരിയായിട്ടില്ല. പിന്നെ ഓർഡിനറി ബസ്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊരു ഇത് കേൾക്കുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് അറിയണം. ജൂൺ 15-ാം തീയതി തൊട്ടിട്ടേ KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? അത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മള് വേണ്ട പ്രാധാന്യം കൊടുക്കേണ്ട എന്താ അറിയോ, നമ്മുടെ KSRTC ബസ്സിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ബസ് യാത്ര ചെയ്യുന്നുണ്ട്. അവർക്കുള്ള കൺസെഷൻ കൂടിയാണ് ഏറ്റവും ഒന്നാമതായിട്ട് കൊടുക്കേണ്ടത്. ഇത് KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര രണ്ടാമത്തെ കാര്യമാണ്. ആദ്യം കൊടുക്കേണ്ടത് വിദ്യാർത്ഥികൾക്കൊക്കെ കൺസെഷനാണ് കൊടുക്കേണ്ടത്. നമസ്കാരം. അപ്പൊ അടുത്ത മാസം 15-ാം തീയതി മുതൽ KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിനെപ്പറ്റി എന്താ അഭിപ്രായം? വളരെ നല്ല കാര്യമാണ്. സ്ത്രീകൾക്ക് അതൊരു നല്ലൊരു ഉപകാരമായി മാറും. കേരളത്തിനെ സംബന്ധിച്ചോളം കോൺഗ്രസിന്റെ ഭരണം അതിലേക്ക് വന്നതുകൊണ്ട് നല്ല കാര്യമാകട്ടെ. കുറെ ആളുകളുണ്ട്, അവർക്കൊക്കെ ഒരു നല്ല കാര്യമായി മാറട്ടെ. അത്രേ ഉള്ളൂ.